2010 കാലഘട്ടത്തിലെ ഒരു ഉരുള് പൊട്ടിയായിരുന്നു. ആ വീട്ടില് 1, 2 പേരൊക്കെ മരിച്ചു വെച്ചതായിരുന്നു. ആ ഉരുള് വന്ന വഴിയാണ് നമ്മളിപ്പോഴീ കാണുന്നത്. ഈ റോഡിൽ കൂടെയൊക്കെ നിറച്ചന്ന് മണ്ണും ചുറ്റുമായിരുന്നു. ഗവൺമെന്റ് ഹൈസ്കൂൾ പൂച്ചപ്ര 1949 സ്ഥാപിതമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇതിൻ്റെ അകത്തേക്കാണ് ഇപ്പോൾ ക്ലാസ്സൊക്കെ നടക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ അകത്തേക്ക് പോണില്ല. ഇവിടെ എല്ലാം കുറച്ച് കടയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഒരു ക്ഷേത്രത്തിന്റെ ഓഫീസ്. ഇപ്പോൾ താഴെ നമുക്ക് സ്റ്റേജൊക്കെ കാണാം. ഉത്സവമൊക്കെ നടക്കുമ്പോൾ ഇവിടെ സ്റ്റേജൊക്കെ കെട്ടി ഇവിടെ പരിപാടികളൊക്കെ നടത്താറുണ്ട്. ഇപ്പം ശിവരാത്രി ഉടനെ വരാൻ പോവുകയാണ്. അപ്പോൾ ശിവരാത്രി മഹോത്സവം ഇവിടെ കൊണ്ടാടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ക്ഷേത്രത്തിന്റെ ഒരു കാഴ്ചകൾ. മനോഹരമായ ഒരു ഗ്രാമാന്തരീക്ഷം. അതാണ് നമ്മുടെ ദേവരുപാറ എന്ന് പറഞ്ഞ സ്ഥലം. ഹായ്, ടിജോയാണേ. നമ്മൾ വീണ്ടും ഇടുക്കിയുടെ ഗ്രാമപ്രദേശങ്ങൾ തേടിയുള്ള യാത്രയിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് വെള്ളിയോട്ട പഞ്ചായത്തിലെ കുരുതിക്കുളം, പൂച്ചപ്ര, ദേവരുപാറ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ്. അപ്പോൾ ഒട്ടുമിക്ക നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കുന്ന വീഡിയോ ബോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ തൊടുപുഴ പുളിന്മല സംസ്ഥാന പാതയിലൂടെ നമ്മൾ കുരുതിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഈ കുരുതിക്കുളത്തിൽ നിന്നാണ് നമ്മൾ പൂച്ചപ്പറയ്ക്കും ദേവരുപാറയ്ക്കും അതുപോലെ നാളികേണി തുടങ്ങിയ പ്രദേശങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് ഇവിടെ കുരുതിക്കുളത്തൊരു കള്ള് ഷാപ്പൊക്കെ കാണാവേ. അതുപോലെ കടകളും വീടുകളും മറ്റു കാര്യങ്ങളെല്ലാം കാണാം. നമ്മൾ ഈ കാണുന്ന ഇടത്തേക്കുള്ള വഴിയിലൂടെയാണ് നമ്മൾ വെള്ളിയാമറ്റം പോകുന്ന വഴിക്കാണ് പൂച്ചപ്രയും അതുപോലെ ദേവരുപാറയ്ക്കൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇടത്തേക്ക് തിരികുകയാണ്. ഈ കുരുതിക്കുളം ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡും അതുപോലെ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതെല്ലാം പിന്നിട്ട് നമ്മൾ പൂച്ചപ്രയും ദേവരുപാറയൊക്കെ കാണാനായിട്ട് അങ്ങനെ യാത്രയാവുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ധാരാളം മലനിരകളുടെ മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഈ വഴിക്കൊക്കെ സഞ്ചരിക്കാൻ സാധിക്കും. ഏത് ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചാലും നമുക്ക് ആ ഗ്രാമത്തിന്റെ നൈർമല്യതയും വിശുദ്ധിയും എല്ലാം ആവോളം ആസ്വദിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഗ്രാമമാണ് പൂച്ചപ്രയും ദേവരുപാറയൊക്കെ. മനോഹരമായ ധാരാളം കാഴ്ചകളും കൃഷിഭൂമിയും എല്ലാം നിറഞ്ഞൊരു സുന്ദര ഗ്രാമമാണ് വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിലെ ഈ പ്രദേശങ്ങളെല്ലാം. ഈ വഴിക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനെയും കണ്ണിനെയൊക്കെ കുളിരണിയിക്കുന്ന മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഈ വഴിക്ക് സഞ്ചരിക്കാം. മുൻപ് പലതവണ ഞാൻ ഈ വഴിക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. 2010 കാലഘട്ടത്തിലെ ഒരു ഉരുള് പൊട്ടിയായിരുന്നു. ആ വീട്ടിൽ 1, 2 പേരൊക്കെ മരിച്ചു വെച്ചതായിരുന്നു. ആ ഉരുള് വന്ന വഴിയാണ് നമ്മളിപ്പോഴീ കാണുന്നത്. ഈ റോഡിൽ കൂടെയൊക്കെ നിറച്ചന്ന് മണ്ണും ചുറ്റുമായിരുന്നു. അന്ന് ആ ഉരുളുപൊട്ടിയ സംഭവം ഇപ്പോഴും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. 2010 ആ സംഭവം ഉണ്ടായത്. അപ്പോൾ അവിടെ എല്ലാം പിന്നിട്ട് നമ്മളങ്ങനെ പൂച്ചപ്ര എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. പൂച്ചപ്ര ടൗണിനോട് ചേർന്ന് തന്നെയാണ് പൂച്ചപ്രയിലെ സ്കൂള് സ്ഥിതി ചെയ്യുന്നത്. ഗവൺമെന്റ് ഹൈസ്കൂൾ പൂച്ചപ്ര 1949 സ്ഥാപിതമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇതിൻ്റെ അകത്തേക്കാണ് ഇപ്പോൾ ക്ലാസ്സൊക്കെ നടക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ അകത്തേക്ക് പോണില്ല. ഇവിടെ എല്ലാം കുറച്ച് കടയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പൂച്ചപ്ര ടൗണിലെത്തിയിരിക്കുകയാണ്. പൂച്ചപ്ര ടൗണിൽ നിന്ന് വലത്തേക്കുള്ള വഴിക്കാണ് നമ്മൾ ദേവരുപാറ പോകുന്നത്. താഴേക്കുള്ള വഴി നമുക്ക് വെള്ളിയാമറ്റം വഴി നമുക്ക് തൊടുപുഴയ്ക്കൊക്കെ പോകാം. അപ്പം നമ്മൾ ഈ വഴിക്കാണ് പോണത്. അപ്പോൾ നമ്മൾ വലത്തേക്കുള്ള വഴിയിലൂടെ ഓട്ടോറിക്ഷയ്ക്ക് കിടക്കുന്ന വഴിയിലൂടെയാണ് നമ്മൾ ദേവരുപാറ, നാളികേണി തുടങ്ങിയ സ്ഥലത്തേക്ക് പോകുന്നത്. ഈ കാണുന്ന കോൺക്രീറ്റ് റോഡ് ചെന്നാൽ നമുക്ക് കുറച്ച് മുമ്പ് നമ്മൾ കണ്ട സ്കൂളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഈ കടകളൊക്കെ കാണാവേ. പലചരക്കടയും പച്ചക്കറിക്കടയും അങ്ങനെ തുടങ്ങിയ കടകളൊക്കെ അത്യാവശ്യം ചെറിയൊരു സിറ്റി എന്ന് വേണ്ടി പറയാം. നമ്മൾ ഇടുക്കിക്കാരുടെ ഭാഷയിൽ ഈ സ്ഥലങ്ങളെല്ലാം സിറ്റികളാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയ ചെറിയ വീടുകളും വലിയ വീടുകളും കൃഷികളും. ഇവിടെ ഏറ്റവും കൂടുതലുള്ള കൃഷികൾ എന്ന് പറയുന്നത് റബ്ബർ കൃഷിയാട്ടോ. പോകുന്ന വഴിക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് റബ്ബർ കൃഷിയാണ്. പിന്നെ കൂടുതൽ കണ്ടത് കന്നാര കൃഷിയാട്ടോ. കന്നാര കൃഷിയും റബ്ബർ കൃഷിയും ഏതാണ്ട് ഒരുമിച്ച് ചെയ്യുന്ന സംഭവങ്ങളാണ്. എല്ലാവർക്കും തന്നെ അറിയാലോ. ഈ ഗ്രാമത്തിന്റെ കാഴ്ചകൾ ഒഴിച്ചുകൂടാനാത്തതാണ് പെട്ടിക്കടകളൊക്കെ. ആ പോകുന്ന വഴിക്ക് നമുക്ക് എല്ലാം ഈ പെട്ടിക്കടകളൊക്കെ ഒന്ന് രണ്ടെണ്ണം കാണാവേ. അപ്പൊ നമ്മൾ ഇവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിയിരിക്കുകയാണ്. വെള്ളിയാമറ്റം പഞ്ചായത്തിന്റെ പൂച്ചപ്രയിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് ഈ കാണുന്നത്. നല്ല കത്തിക്കാളുന്ന വെയിലത്ത് ഈ വഴിക്ക് സഞ്ചരിച്ചാൽ പോലും നമുക്ക് അധികം ചൂട് ഏൽക്കില്ല. അതുപോലുള്ള സ്ഥലമാണ് നമ്മുടെ ദേവരുപാറയും പൂച്ചപ്രയൊക്കെ. കാരണം ഇരു സൈഡുകളിലും ധാരാളം മരങ്ങളൊക്കെ നിൽക്കുന്നതിനാൽ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ അധികം ചൂട് അനുഭവപ്പെടുന്നില്ലതാണ് യാഥാർത്ഥ്യം. ഇതിൽ കൂടെയൊക്കെ ഒരിക്കലൊക്കെ യാത്ര ചെയ്തവർക്ക് ഇതിന്റെ കാര്യം മനസ്സിലാകും. അപ്പോൾ മനോഹരമായ ദേവരുപാറ ഗ്രാമത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് മുൻപ് സൂചിപ്പിച്ചതുപോലെ കടകളും വീടുകളും കൃഷിയിടങ്ങളും എല്ലാം കൂടെ നിറഞ്ഞ വിശുദ്ധമായ ഒരു ഗ്രാമമാണ് ദേവരുപാറ എന്ന് പറയുന്നത്. ഗ്രാമങ്ങൾ നിറഞ്ഞ ഒരു വലിയ ജില്ലയാണല്ലോ നമ്മുടെ ഇടുക്കി എന്ന് പറയുന്നത്. ഇനി എക്സ്പ്ലോർ ചെയ്യാൻ ധാരാളം ഇടുക്കിയിലെ ഗ്രാമങ്ങളുണ്ട്. അവയെല്ലാം പറ്റുന്ന രീതിയിൽ നിങ്ങളെ കാണിക്കുകയാണ് നമ്മുടെ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അറക്കുളം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സ്ഥലങ്ങളും തന്നെ കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള വീഡിയോകൾ ഉണ്ടാകും. അങ്ങനെ നമ്മൾ ദേവരുപാറ സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഇടുക്കിക്കാര് 1-2 പെട്ടിക്കടകളും കടകളും ഉള്ള സ്ഥലത്തിന് ഞങ്ങൾ സിറ്റി എന്നാണ് പറയുന്നത്. ആരെങ്കിലും എവിടെ പോയാലും ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സിറ്റി വരെ പോയതാടാവുകയെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇടുക്കിയിലെ എല്ലാ സ്ഥലത്തും തന്നെ സിറ്റികളുണ്ട്. നമ്മൾ ദേവരുപാറ സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ശ്രീ മഹാദേവ, ശ്രീ ഭദ്രകാളി, ശ്രീ ശാസ്താ ക്ഷേത്രമുണ്ട്.
അപ്പം അതിൻ്റെ കവാടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ അകത്തേക്ക് ഉടനെ തന്നെ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ദേവരിപാറയിലുള്ള ആ ക്ഷേത്രം ഒന്ന് കാണാൻ പോവുക കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ചെറിയൊരു മൺവഴി കൂടെ വേണം നമുക്ക് ആ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട്. നോക്കി കുറച്ച് മേളിലായിട്ട് നമുക്ക് മലകൾ കാണാം. കാരണം ഇടുക്കി ജില്ല കൂടുതലും മലകളാൽ പ്രശസ്തമാണല്ലോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ഒരു ദൃശ്യം നമുക്ക് കാണാവേ. ഈ ക്ഷേത്രത്തിന് സമീപത്തായിട്ട് ഒരു ഇല്ലിം കൂട്ടം നമുക്ക് കാണാവേ. തൊട്ട് താഴെയായിട്ടൊരു ആൽമരവും അതുപോലെ പഴയ ടൈപ്പുള്ള ഒരു കോളാമ്പിയൊക്കെ നമുക്ക് അതിൻ്റെ മുഖത്തിരുന്ന് കാണാം. അപ്പോൾ താഴെ കാണുന്നതാണ് ഇവിടുത്തെ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഓഫീസ്. അപ്പോൾ താഴെ നമുക്ക് സ്റ്റേജൊക്കെ കാണാം. ഉത്സവമൊക്കെ നടക്കുമ്പോൾ ഇവിടെ സ്റ്റേജൊക്കെ ഇട്ട് ഇവിടെ പരിപാടികളൊക്കെ നടത്താറുണ്ട്. ഇപ്പം ശിവരാത്രി ഉടനെ വരാൻ പോവുകയാണ്. അപ്പോൾ ശിവരാത്രി മഹോത്സവം ഇവിടെ കൊണ്ടാടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ ഒരു കാഴ്ചകൾ. മനോഹരമായ ഒരു ഗ്രാമാന്തരീക്ഷം. അതാണ് നമ്മുടെ ദേവരിപാറ എന്ന് പറഞ്ഞ സ്ഥലം. അങ്ങനെ നമ്മൾ ക്ഷേത്രമൊക്കെ പിന്നിട്ട് നമ്മൾ ദേവരിപാറയിലൂടെ സഞ്ചരിക്കുകയാണ്. നമ്മൾ നാളിയാനി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ കാണുന്ന വഴിയിലൂടെ കുറച്ചു ദൂരം സഞ്ചരിച്ച് നമ്മൾ ഷോർട്ട് കട്ടൊക്കെ ചാടിയാണ് നമ്മൾ നാളിയാനി എന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ അവസാനിക്കുന്നത് നാളിയാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട്, അതുപോലെ കലുങ്കിൻ്റെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ചെറിയൊരു റോഡ് സെറ്റാക്കിയിട്ടുണ്ട്. ആ വഴിയിലൂടെയാണ് നമ്മൾ നാളിയാനിയിലേക്ക് പോകുന്നത്. പോകുന്ന വഴിക്ക് നല്ല മനോഹരമായ കാഴ്ചകളാണ് നാളിയാനിയിലേക്ക്. ഈ വഴിക്കൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ദേവരിപാറയ്ക്കൊക്കെ മുൻപ് ധാരാളം പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് തന്നെ ഫുള്ളി എക്സൈറ്റഡ് ആണ് ഈ വഴിക്കുള്ള സഞ്ചാരം. അപ്പോൾ ഓരോരോ കാഴ്ചകളായിട്ട് നമ്മളതിനെ ആസ്വദിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ നാളിയാനി മാത്രമല്ല കേട്ടോ നമ്മൾ ഈ വഴിക്ക് പോകുന്നത്. പൂമാലയും അതുപോലെ പന്നിമറ്റമൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് നാളിയാനിക്കാണ്. നാളിയാനിയിലെ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിലും കാണിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ചെറിയൊരു റോഡാട്ടോ, ചെറിയൊരു ജീപ്പ് റോഡെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പോകുന്ന വഴിക്ക് ഏറ്റവും കൂടുതൽ ഈ വഴിക്ക് കാണുന്നത് കന്നാര കൃഷിയുമാണ്. കന്നാര കൃഷി, അതുപോലെ കൊക്കോ കൃഷി, അങ്ങനെ തുടങ്ങി ധാരാളം കൃഷി ഐറ്റംസ് നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ടാറിങ് റോഡ് കഴിഞ്ഞിട്ട് നമ്മളിത് ഓഫ് റോഡിലോട്ട് കടന്നിരിക്കുകയാണ്. നല്ല മനോഹരമായ ഗ്രാമവഴികൾ, നല്ല പച്ചപ്പും, നല്ല വേനൽക്കാലമാണെങ്കിൽ പോലും ഇവിടെ എല്ലാം നല്ല പച്ചപ്പാണ്. അപ്പോൾ അതിലൂടെ എല്ലാം നമ്മൾ ഈ ഓഫ് റോഡോടെ കുലുങ്ങിയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ഒരു ചെറിയൊരു തോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇനി തോട് കടന്നിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാനായിട്ട്. അങ്ങനെ നമ്മൾ തോടൊക്കെ പിന്നിട്ട് നമ്മൾ യാത്ര തുടരുകയാട്ടോ. നമ്മുടെ ഗ്രാമത്തിലെ ഒരു കാഴ്ചയിലൊന്നാണ് ഇവിടുത്തെ തോടുകൾ എന്നൊക്കെ പറയുന്നത്. തോടുകളും കൃഷിയും വീടുകളും എല്ലാം കൂടെ നിറഞ്ഞ മനോഹരമായ ഒരു ഗ്രാമ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം കുറെ ഈറ്റ ഒക്കെ നിറഞ്ഞിരിക്കുന്ന കാഴ്ചയും, ഒരു സൈഡിൽ റബ്ബർ തോട്ടം, മറു സൈഡിൽ ഈറ്റത്തോട്ടം, അങ്ങനെയൊക്കെ രീതിയിലാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ നമ്മൾ ഇടുക്കിക്കാരെ പലപ്പോഴും ഇങ്ങനത്തെ ഗ്രാമ കാഴ്ചകൾ കണ്ടിട്ടുണ്ടെങ്കിലും മറ്റു ജില്ലക്കാരെ ഗ്രാമ കാഴ്ചകൾ വളരെ കുറച്ച്, അല്ലെങ്കിൽ പട്ടണങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ ഈ കാഴ്ചയൊക്കെ വളരെ വിരളമായിരിക്കും. 80 കിഡ്സിനും 90 കിഡ്സിനൊക്കെ പോക്കറ്റ് മണി ഉണ്ടാക്കി കൊടുത്തിരുന്ന ഒരു കാർഷിക വിളയാണ് കശുമാവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കശുവണ്ടിയൊക്കെ എടുത്ത് വിറ്റ് പിള്ളേർ പോക്കറ്റ് മണി ഉണ്ടാക്കിയ കഥകളൊക്കെ ഇപ്പോഴും ഓർക്കുന്നു. അപ്പോൾ അതെല്ലാം ഭയങ്കര നൊസ്റ്റാൾജിക്കുള്ള കാര്യങ്ങളാണ്. അതെല്ലാം വേണ്ടിയിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു മലയിഞ്ചി തോട്ടം കാണാം. അതുപോലെ തന്നെ നമ്മളെ കാത്തിരിക്കുന്നത് വലിയൊരു കന്നാരത്തോട്ടമാണ്. കന്നാര കാഴ്ചകൾ, നല്ല വെയിലായതുകൊണ്ട് ഇങ്ങനെ ചുട്ടു പഴുത്തിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇവിടെയുള്ള കാരണം തെളിഞ്ഞൊരു കാലാവസ്ഥ ആയതുകൊണ്ട് അത്യാവശ്യം ഇവിടെ ചൂടൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. എന്നാലും ഈ കന്നാരത്തോട്ടത്തിലൂടെ യാത്ര വളരെ മനോഹരമായ ഒരു യാത്രയാണ്. അങ്ങനെ എല്ലാം വീണ്ടും നമ്മൾ തണുപ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് ഇവിടെ മുഴുവൻ കൊക്കോ മരങ്ങളാണ്. കൊക്കോ മരത്തിന്റെ അടിയിലൂടെയുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ. ഇവിടെ എല്ലാം ചെങ്കുത്തായ ഭൂമിയാണ്. അപ്പോൾ അതിലൂടെയാണ് റോഡൊക്കെ വെട്ടിയിരിക്കുന്നത്. ആ വഴിയിലൂടെ നമ്മളങ്ങനെ സഞ്ചരിച്ച് നമ്മളങ്ങനെ നാളികേണി എത്താറായിരിക്കുകയാണ്. അങ്ങ് ദൂരെയായിട്ട് കരപ്പില്ലിങ്ങാട്, നാടുകാണി മലനിരകളും തുമ്പുച്ചി മലയൊക്കെ നമുക്ക് കാണാവേ. കുരുതിക്കുളത്തുനിന്ന് ആരംഭിച്ച നമ്മുടെ യാത്ര അങ്ങനെ പൂച്ചപ്പുറയും ദേവരിപാറയൊക്കെ പിന്നിട്ട് നാളികേണി എന്ന് പറയുന്ന സുന്ദരമായ ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ ആണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു മനോഹരമായ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.